നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച് കണ്ടിരുന്നത് പ്ലാന്റ് ഹണ്ടിങ് വീഡിയോസ് ആണ്. ഒത്തിരി പ്ലാന്റ് ഹണ്ടിങ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെടികൾ നമുക്ക് ഹണ്ടിങ്ങിലൂടെ കിട്ടിയിട്ടുണ്ട്. സെയിലൊക്കെ തുടങ്ങിയതിന് ശേഷം ഇതുവരെ പ്ലാന്റ് ഹണ്ടിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എന്തായാലും ഞാനൊരു പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയി. അതിന്റെ വിശേഷങ്ങൾ, എന്തൊക്കെ ചെടികളാണ് കിട്ടിയത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ ആം ഇൽഹാൻ. നമ്മൾ ഇന്ന് പോയതെന്ന് പറഞ്ഞാൽ നട്ടുച്ചയ്ക്ക് പൊരി വെയിലത്ത് കരഞ്ഞു കുത്തി കരിഞ്ഞ് കരുവാലിച്ചാണ് പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയത്. ആ സമയത്താണ് നമുക്ക് പോകാനായിട്ട് ഒരു സമയം കിട്ടിയത്. ഞാനും ഉക്കായും കൂടെ ബൈക്കിലാണ് പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയത്. പോയ വഴി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇരുമലപ്പടിയിൽ നിന്നും നമ്മൾ കയറി, ഓടക്കാലിൽ നിന്ന് നമ്മൾ കയറി നെടുങ്ങപ്ര, കോട്ടപ്പടി, ക്രാരിയേലി അങ്ങനെയുള്ള കുറേ ഭാഗങ്ങളിൽ, പയ്യാൽ, പനച്ചിയം അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ പോയത്. അധികം പ്ലാന്റ് ഒന്നും നമുക്ക് കിട്ടിയില്ല. പക്ഷെ നമുക്ക് കിട്ടിയ പ്ലാന്റ്സ് എല്ലാം നമ്മളെ സന്തോഷിപ്പിക്കുന്ന പ്ലാന്റ്സ് തന്നെയായിരുന്നു. ഒന്നോ രണ്ടോ പ്ലാന്റ്സ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു റോഡിന്റെ താഴെ പറമ്പിൽ നിന്നിരുന്ന കലാത്തിയ പ്ലാന്റ്സ് ആണ് കിട്ടിയത്. ഈ ഒരു കലാത്തിയ പ്ലാന്റ്സ് നമുക്ക് ഒരുപാട് പ്ലാന്റ് ഹണ്ടിങ്ങിൽ കിട്ടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. എനിക്ക് എൻ്റെ കയ്യിൽ ഈ പ്ലാന്റ്സ് മുഴുവൻ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇത് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സിലെ ഏറ്റവും നോർമൽ ആയിട്ടുള്ള വെറൈറ്റിയാണ്. പക്ഷേ എനിക്ക് നോർമൽ വെറൈറ്റി എന്നോ അല്ലെങ്കിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് എന്നോ വില കുറഞ്ഞ പ്ലാന്റ് എന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാ ചെടികളും എനിക്ക് ഏറെ ഇഷ്ടമാണ്. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ ഒറ്റ പ്ലാന്റ് പോലും ഇല്ലാത്തത് കൊണ്ട് ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പം ഇതിൻ്റെ കുറേ അധികം തൈകൾ നമ്മൾ പറിച്ചെടുത്തു. ചെറിയ ചെറിയ തൈകൾ നോക്കിയിട്ടാണ് ഞാൻ പറിച്ചെടുത്തത്. അപ്പം നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ചട്ടിയിലൊക്കെ നട്ടുവയ്ക്കാം, പിന്നെ പുറത്ത് മുറ്റത്തൊക്കെ നട്ടുവയ്ക്കാമെന്ന് കരുതി കുറേ അധികം ചെടികൾ പറിച്ചു. അതിൻ്റെ കൂടെ തന്നെ സിങ്കോണിയം പ്ലാന്റിൻ്റെ, സിങ്കോണിയം ആരോഹുഡ് പ്ലാന്റിൻ്റെ ആ ഒരു ഡാർക്ക് ലീഫിൽ വെള്ള ഡിസൈൻ വരുന്ന ആ ഒരു പ്ലാന്റ്, ഈ പ്ലാന്റ് ഇവിടെ ഒത്തിരി നിൽക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇതും ഒരു കോമൺ പ്ലാന്റ് ആണ്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു പ്ലാന്റ്. നല്ലൊരു ഭംഗി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ്. അപ്പം ഇതും ഇങ്ങനെ ഒത്തിരി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പറമ്പ് നിറയെ ഒത്തിരി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഇതും കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഇതിൻ്റെയും കുറച്ച് ഞാൻ പറിച്ചെടുത്തു. ഇതൊക്കെ പറിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ഒറ്റ വലിക്ക് തന്നെ പോരും. അതിൻ്റെ വേരും കിട്ടും. ഇനിയിപ്പോൾ വേരില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ചെടിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേര് വരും. ഇതിങ്ങനെ ഒന്നിച്ച് കൂട്ടാൻ നിൽക്കുമ്പോൾ കാണുമ്പോൾ എന്തൊരു രസമാണല്ലേ. നല്ല വൈറ്റ് കളർ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സ് ആണ് നമുക്ക് ഇന്നത്തെ പ്ലാന്റ് ഹണ്ടിങ്ങിൽ മെയിനായിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വന്നപ്പോൾ ഒരു അലോക്കേഷ്യ പ്ലാന്റ് നിൽക്കുന്നത് കണ്ടു. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആയിരുന്നു, ഹൈറ്റുള്ള പ്ലാന്റ് ആയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായെങ്കിലും നല്ല ഹൈറ്റുള്ള പ്ലാന്റ് ആയതുകൊണ്ടും നമ്മൾ ബൈക്കിന് വന്നതുകൊണ്ടും അത് ഞാൻ എടുത്തില്ല. നമുക്ക് നേരത്തെ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ഈ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാൻ. ഒരു ബർഗണ്ട് കളറാണ് ഇതിന്. ബർഗണ്ട് കളറാണ് ഇതിന്. ഒത്തിരി നാളുകൾക്ക് ശേഷം പ്ലാന്റ് ഹണ്ടിങ്ങിന് ഇറങ്ങിയപ്പോൾ മനസ്സ് നിറഞ്ഞു. ഈ രണ്ട് പ്ലാന്റ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സ് നിറഞ്ഞു കേട്ടോ. ഒത്തിരി സന്തോഷമായി. ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ ഡെസ്പായി പോയേനെ. കാരണം ഈ വെയിലത്ത് കുറഞ്ഞു കുത്തി കരുവാളിച്ച് വീട്ടിൽ ചെല്ലും, പ്ലാന്റ്സ് ഒന്നും കിട്ടാതെ ചെല്ലുമ്പോൾ വിഷമായി പോയേനെ. എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പം നിങ്ങളും ഇത് കണ്ടിട്ട് ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. നമ്മൾ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോസ്, അതുപോലെ നമ്മുടെ സെയിൽ വീഡിയോസ് ഒക്കെ ഉണ്ട്. സെയിൽ വീഡിയോ ഇടാമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ പറ്റിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഏറ്റവും അടുത്ത് തന്നെ സെയിൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് വെക്കുക. പിന്നെന്താണ്, ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.